ഹായ് സ്റ്റുഡൻസ്, നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +2 NCERT ടെക്സ്റ്റ് ബുക്ക് ഫിസിക്സിലെ 4ാമത്തെ ലെസണായുള്ള മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ലെസണുകളായിട്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് ചാർജ് അറ്റ് റെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വിളിച്ചു, ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വന്നപ്പോൾ ആ ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി. അതുപോലെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഒക്കെ കണ്ടെത്തി. അതേപോലെ എങ്ങനെയാണ് ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, കപ്പാസിറ്ററിൽ എങ്ങനെയാണ് ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. 3ാമത്തെ ലെസണിൽ ചാർജ് ഇൻ മോഷൻ, ചാർജ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പുതിയ ഒരു കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ 1-2 ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താണ്, അതായത് 2 മാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ദിസ് ഈസ് അവർ മാസ് എം ആൻഡ് അനദർ മാസ് എം. നാച്ചുറലി ദിസ് മാസ് വിൽ അട്രാക്ട് ദിസ് മാസ്, അല്ലേ? ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ദിസ് ഈസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ്. ഓക്കെ, ഇനി ഈ കൊല്ലം നമ്മൾ മനസ്സിലാക്കി 2 ചാർജുകൾ ഇരിക്കുകയാണെങ്കിൽ, അതായത് ഒരു പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജോ എന്തോ ആവട്ടെ, ഈ 2 പോസിറ്റീവ് ചാർജുകൾ അല്ലെങ്കിൽ ഈ 2 നെഗറ്റീവ് ചാർജുകൾ അടയ്ക്കുന്നുണ്ട് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഫീൽഡ് ലൈൻസ് ഒക്കെ വരച്ച് ഒന്നുകിൽ തന്നെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് കാരണം. അത് കുളംസ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവുന്നു. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നു. ഈ 2 കൺസെപ്റ്റ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതാണ്. ഇനി നമുക്ക് പുതിയൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. അതായത് യു ആർ കൺസിഡറിങ് എ കറണ്ട് ക്യാരിയിങ് വയർ. ഒരു കറണ്ട് ക്യാരിയിങ് വയർ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ അടുത്തായിട്ട് ഞാൻ ഒരു ചാർജിനെ കൊണ്ടുവച്ചു. ദി ചാർജ് ഈസ് either പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, അവർ ക്വസ്റ്റ്യൻ ഈസ് whether this charge will experience a force or not due to this current. ഈ കറണ്ടിൻ്റെ ഫലമായിട്ട് ഇവിടെ ഈ ചാർജിന് ഫോഴ്സ് അനുഭവപ്പെടും ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ചാർജ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, മൂവ്മെൻറ്റ് ഓഫ് ചാർജസ് ആണ്. ഇവിടെ പോസിറ്റീവ് അയൺസ് ഉണ്ട്, നെഗറ്റീവ് അയൺസ് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്. ഇതിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇതൊരു പോസിറ്റീവ് ചാർജ് നമ്മൾ എടുത്തതെങ്കിൽ ഈ ഇലക്ട്രോൺ ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അതേസമയം ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഫോഴ്സ് 0 ആണെങ്കിൽ അതിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നില്ല, അതവിടെ റെസ്റ്റിൽ തന്നെ ഇരിക്കും. അല്ല, നമുക്ക് വേറെ തരത്തിൽ അതിനെ എങ്ങനെ പറയാം. അപ്പോൾ നിങ്ങളൊരു ചെറിയ സെഗ്മെൻറ്റ് എടുത്ത് വിചാരിക്കുക. ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് ചാർജസ് ഉണ്ട്, നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അതിൻ്റെ നമ്പർ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന നെറ്റ് ചാർജ് 0 ആയിരിക്കും. ഈ നെറ്റ് ചാർജ് 0 ആണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് 0 ആണ്. നമുക്ക് ഇലക്ട്രിക് F ഈസ് ഈക്വൽ ടു Q ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് ആ Q എന്നുള്ള ചാർജിന് അവിടെ ഫോഴ്സ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇനി ഈ ചാർജിനെ ഞാനൊന്ന് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. V എന്നുള്ള വെലോസിറ്റിയിൽ ഈ ചാർജിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് അതേ ഡയറക്ഷനിൽ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്കറിയാം ചാർജ് ഇങ്ങനെ പോകുന്ന സമയത്തും ഇവിടെയൊക്കെ പോസിറ്റീവ് ചാർജസ് നെഗറ്റീവ് ചാർജസിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഇത് തമ്മിൽ റിപ്പൽ ചെയ്യും, അട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ മൊത്തം ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്, ഈ ചാർജ് ഇങ്ങനെ തന്നെ പോകുന്നതല്ല. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെങ്കിൽ ഈ ചാർജിൻ്റെ ഡിഫ്ലക്ഷൻ ഈ തരത്തിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയറല്ലോ? ശരിക്കും ഈ ചാർജ് ഇങ്ങനെ പോകേണ്ട ചാർജ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. ഇവിടെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. പക്ഷേ ഈ ചാർജ് ഈ തരത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, അപ്പോൾ അതിനെന്തായിരിക്കും കാരണം, ഈ I എന്നുള്ള ഒരു കറണ്ട് ഈ വയറിലൂടെ പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിന് ചുറ്റുമായിട്ട് എന്തോ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ട് ഈ Q എന്നുള്ള ചാർജിനെ മൂവ് ചെയ്യിച്ചപ്പോൾ അതിനൊരു ഡിഫ്ലക്ഷൻ. ഇപ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഫോഴ്സ് അനുഭവപ്പെട്ടു. അപ്പോൾ ഈ ഫോഴ്സിന് ഇവിടെ കാരണമായത് ഇതിന് ചുറ്റുമുള്ള ഒരു ഫീൽഡാണ്. നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ Q എന്നുള്ള ചാർജ് V എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യിച്ചപ്പോൾ അത് നേരെ പോകുന്നതിന് പകരം ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫ്ലക്റ്റഡ്. അപ്പോൾ ഡിഫ്ലക്ഷൻ്റെ ഫലമായിട്ട് അവിടെ എന്തായി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഉണ്ടായി. ആ ഫോഴ്സിന് കാരണമാണ് ഉണ്ടായൊരു കാരണം എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ദ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ദ ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ,
മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു കറണ്ട് ക്യാരിങ് വയറിന് ചുറ്റുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിന്റെ ഫലമായിട്ട് Q എന്നുള്ള ചാർജിനെ V എന്നുള്ള വെലോസിറ്റി നമ്മൾ പ്രൊജക്ട് ചെയ്യിച്ചപ്പോൾ അത് നേരെ സ്ട്രൈറ്റ് ആയി പോകുന്നതിന് പകരം ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫ്ലക്റ്റഡ് അറ്റ് എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഇനി Qന്റെ ചാർജ് നമ്മൾ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഡിഫ്ലക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ആവുന്നതായിട്ടും കണ്ടു. ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ. നമുക്ക് വേറെ ഫാമിലിയർ സിറ്റുവേഷൻ കൂടി നോക്കാം. അതായത് നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുക്കുന്നു. ബാർ മാഗ്നറ്റ് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് നമ്മളൊരു അയൺ പീസസുകൾ അല്ലെങ്കിൽ അയൺ നൈൽസ് കൊണ്ടു വെച്ച് എന്ത് സംഭവിക്കും? ഈ അയൺ നൈൽസിനെ ഈ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും. എന്താണ് കാരണം? ഈ മാഗ്നറ്റിന്റെ പോളിന്റെ ഇടയ്ക്കായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുന്നത്. ആ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഈ ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുന്നത്. അതിന് മാഗ്നറ്റിക് ഫോഴ്സിന് കാരണം മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളും, ആദ്യം പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത്, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടാണ് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവുന്നത്, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടാണ് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുന്നത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർസ്റ്റഡ് എക്സ്പെരിമെന്റിനെ കുറിച്ചാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 200 വർഷങ്ങൾക്ക് മുന്നേ 1820 1820 ഈ സമയത്തായിട്ട് ഹാൻ ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് എന്നുള്ള സയൻറ്റിസ്റ്റ് ആളുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയായിരുന്നു. അതായത് ഹീറ്റിംഗ് ഇഫക്റ്റിൻ്റെ ഓഫ് കറണ്ടുമായി ബന്ധപ്പെട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കറണ്ട് ക്യാരിങ് സ്ട്രൈറ്റ് വയർ അദ്ദേഹം ഒരു മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനടുത്തായിട്ട് ഒരു കോമ്പസ് നീഡിൽ അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഉണ്ടായിരുന്നു. ആ മാഗ്നറ്റിക് നീഡിൽ ഇതിനോട് കോണ്ടാക്ട് ഒന്നും ഇല്ലെങ്കിൽ കൂടി ഈ കറണ്ട് ക്യാരിങ് വയറിനടുത്തായിട്ട് ഈ തരത്തിൽ ഒരു കോമ്പസ് നീഡിൽ വെച്ചപ്പോൾ there is no contact. He found that there is a deflection in this compass needle. ഈ നീഡിലായിട്ട് ഒരു ഡിഫ്ലക്ഷൻ ഇവിടെ കാണപ്പെടുകയുണ്ടായി. അദ്ദേഹം സർപ്രൈസിംഗ് ആയിട്ട് ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി നോക്കി. ഇത് കറണ്ട് ഡയറക്ഷൻ ബാറ്ററി റിവേഴ്സ് ചെയ്തപ്പോൾ കറണ്ട് ഡയറക്ഷൻ മാറ്റി നോക്കിയപ്പോൾ ഡിഫ്ലക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആവുന്നത് കണ്ടു. കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കൂട്ടി നോക്കിയപ്പോൾ ഡിഫ്ലക്ഷൻ്റെ തോത് കൂടുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ കൺസെപ്റ്റിൽ നിന്നൊക്കെ മനസ്സിലായത് കറണ്ട് നമുക്കറിയാം. കറണ്ട് എന്ന് പറഞ്ഞാൽ മൂവിങ് ചാർജസ് ആണ്. ചാർജ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ വയറിന് ചുറ്റുമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടു തന്നെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡും ഈ മാഗ്നറ്റിക് നീഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഇൻറ്ററാക്ഷനാണ് ഇവിടെ ഈ നീഡിനെ ഡിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഒരു കൺസെപ്റ്റ് കിട്ടിയത് ഓർസ്റ്റഡ് എക്സ്പെരിമെന്റിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മൂവിങ് ചാർജസ് or currents produce magnetic field. That is the principle. Moving charges or currents produce magnetic field. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം. ചാർജ് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടാവുന്ന സിറ്റുവേഷനിലൊക്കെ തന്നെ അതിന് ചുറ്റുമായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാം? അപ്പോൾ നമ്മൾ നോക്കാം. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ ഈ പ്ലെയിനിന്റെ ഈ ബ്രോഡിന്റെ ഉള്ളിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ സ്പെസിഫൈ ചെയ്യാം? അതേപോലെ പുറത്തേക്കാണെങ്കിൽ എങ്ങനെ സ്പെസിഫൈ ചെയ്യാം? XY ഡയറക്ഷൻ ആണെങ്കിൽ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലാത്ത കേസിൽ എങ്ങനെയാണ് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു സ്ക്രൂ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരിക വിചാരിക്കും. സ്ക്രൂവിന്റെ ടിപ്പ് സ്ക്രൂ അപ്പോൾ അവിടെ നിന്ന് മൂവ് ചെയ്ത സമയത്ത് സ്ക്രൂവിന്റെ ടിപ്പാണ് നമ്മളിവിടെ കാണുക അല്ലേ? ഈ ടിപ്പ് ഈ തരത്തിലാണ് കാണുക. ഈ ടിപ്പ് കാണുന്ന ഇതെന്ന് പറയുന്നത് അപ്പോൾ അവിടുന്ന് സ്ക്രൂ ഇങ്ങോട്ട് വരാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് പ്ലെയിൻ, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഈ തരത്തിലുള്ള അല്ലെങ്കിൽ നോട്ട് ബുക്കിലൊക്കെ ഈ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ആയാലും കറണ്ട് ആയാലും ഇറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് us or ഇറ്റ് ഈസ് മൂവിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഇനി നമുക്കൊരു സ്ക്രൂ ഉള്ളിലേക്ക് തിരിച്ചുവിടുക വിചാരിക്കാം. ഉള്ളിൽ സ്ക്രൂ തിരിച്ചുവിടുമ്പോൾ സ്ക്രൂവിൻ്റെ നമ്മൾ ആ ഹെഡിൻ്റെ ഈ ആരോ മാർക്കല്ലേ നമ്മളിവിടെ കാണാം. അപ്പോൾ ഈ ഹെഡ് ഈ തരത്തിലാണ് കാണുന്നതെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ഓർ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ബ്ലാക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ തരത്തിലുള്ള ഡോട്ടാണ് കാണുന്നതെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ആക്ടിങ് ഔട്ട് ഓഫ് പ്ലെയിൻ, ആൻഡ് ക്രോസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ആക്ടിങ് ടുവേഴ്സ് ദി പ്ലെയിൻ. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നേരത്തെ കണ്ട എക്സ്പെരിമെന്റിൽ 1-2 കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. നോക്കൂ, ദിസ് വാസ് ദ മൂവ്മെന്റ് ഓഫ് ദ ചാർജ്. ഇത്തരത്തിലാണത്. ദിസ് ഈസ് വെലോസിറ്റി, ദിസ് ഈസ് ചാർജ്. ഇത്തരത്തിൽ റിഫ്ലക്ഷൻ ആണ് നേരത്തെ കണ്ടത്. ഇവിടെ കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള ഒരു വയർ ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ ഈ കറണ്ടിന്റെ
മാഗ്നിറ്റ്യൂഡ് മാറ്റുന്നില്ല. പക്ഷെ നമ്മളിവിടെ ഈ ചാർജിനെ ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചു. അതായത് if the charge is projected with the same direction of മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ തന്നെയാണ് ചാർജ് പ്രൊജക്റ്റ് ചെയ്തെങ്കിൽ അവിടെ ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടില്ല. പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ചാർജ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഡയറക്ഷൻ തമ്മിലൊരു ആംഗിൾ ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ടൊരു ഫോഴ്സ് ഉണ്ടാവുന്നതായിട്ട് കണ്ടു. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി പ്രൊപ്പോർഷണൽ ടു വി സൈൻ തീറ്റ. വി is the velocity, theta is the angle between v and b. വിക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ വി സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആണെന്നുള്ളത് കണ്ടു. പിന്നെ വേറെ കാര്യം മനസ്സിലായത്, ഈ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് കണ്ടു. ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഡിഫ്ലക്ഷൻ ഒരു ഡയറക്ഷനിലാണെങ്കിൽ, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുള്ളത് കണ്ടു. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കൂട്ടുന്ന സമയത്തും ഇവിടെ ഡിഫ്ലക്ഷൻ്റെ തോത് കൂടുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം കൂടി, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഡിഫ്ലക്ഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് വി ആൻഡ് ബി. വിക്കും ബിക്കും ഉൾക്കൊള്ളുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരുന്നു എഫിൻ്റെ ഡയറക്ഷൻ. ഈ കാര്യങ്ങളെല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു തരത്ത് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ബി ബി സൈൻ തീറ്റ. എഫ് ഈസ് ദ മാഗ്നറ്റിക് ഫോഴ്സ്, ക്യൂ ഈസ് ദ ചാർജ്, വി ഈസ് ദ വെലോസിറ്റി, ബി ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ബി എന്നുള്ള സിമ്പിളാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ബി. സോ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോഴ്സിനെ പറയുന്ന പേര് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് നമ്മൾ കഴിഞ്ഞ വർഷം മനസ്സിലാക്കിയിട്ടുണ്ട്. വാട്ട് വാസ് എ ക്രോസ് ബി? എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെക്ടേഴ്സ് എ ക്രോസ് ബി ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എ ബി സൈൻ തീറ്റ. അതേപോലെ ഇവിടെ കൺസിഡർ ചെയ്ത ക്വാണ്ടിറ്റിയിൽ ഫോഴ്സ് എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ട്. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ബി. അപ്പോൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വെക്ടർ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് B. F is equal to Q into V cross B. This is the equation for magnetic Lorentz force. F is equal to Q into V cross B. ഇതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. നമ്മൾ പറഞ്ഞു എഫിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് എഫിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് റൂൾസ് ഉപയോഗിക്കാം. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന റൈറ്റ് ഹാൻഡ് പാം റൂളാണ്, പിന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഈ രണ്ട് റൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാം. നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെ കുറേ ക്രോസ് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ബ്ലാക്ക് ബോർഡ്. നിങ്ങളുടെ നോട്ട് ബുക്കിലെ വരയ്ക്കുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് ദി ബുക്ക്. ഇവിടെ ഞാൻ ഒരു പാർട്ടിക്കിൾ എടുക്കുന്നു. ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വി എന്ന് വിചാരിക്കുക. വി ഈസ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. എങ്ങനെയായിരിക്കും നമുക്ക് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തുക? നമ്മൾ നമ്മുടെ റൈറ്റ് പാം എടുക്കുക. റൈറ്റ് ഹാൻഡ് എടുത്തതിന് ശേഷം റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ഡയറക്ഷൻ ആണെങ്കിൽ ഈ മറ്റുള്ള ഫിംഗേഴ്സ് നേരെ പോയിന്റ് ചെയ്യുന്നത് ബ്ലാക്ക് ബോർഡിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ ദാറ്റ് ഇസ് എ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അത് രണ്ടിൻ്റെയും ഫലമായിട്ട് ഈ നമ്മുടെ കൈയിൻ്റെ വൈറ്റ് പോർഷൻ, ഈ വെള്ള ഭാഗം എങ്ങോട്ടാണ് മുകളിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചോക്ക് വയ്ക്കുകയാണെങ്കിൽ ഈ ചോക്ക് കാണിച്ചിരിക്കുന്ന ആരുടെ ഡയറക്ഷനാണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. മനസ്സിലായല്ലോ? ഈ തമ്പ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ഈ അതർ ഫിംഗേഴ്സ് നേരെ പോയിന്റ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ബോർഡിൻ്റെ ഉള്ളിലേക്കാണ്. ദാറ്റ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഇനി ഇത് നമുക്ക് വെലോസിറ്റി ഒന്ന് മാറ്റി നോക്കാം. അതായത് വെലോസിറ്റി ഈ തരത്തിൽ ഞാൻ ഇപ്പോൾ വരച്ച വെലോസിറ്റി നേരെ മാറ്റിയതിന് ശേഷം അതിന് വെലോസിറ്റി ഇങ്ങോട്ടാക്കി വിചാരിക്കാം. വെലോസിറ്റി അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഉള്ള ഈ പാമ്പിനെ നേരെ ഇങ്ങോട്ട് പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എന്തായി മാറി? ഫീൽഡ് അങ്ങോട്ട് തന്നെയാണ്, ഈ തമ്പ് നേരെ മുകളിലേക്കാണ്. അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഫോഴ്സ് നേരെ അങ്ങോട്ടായിരിക്കും, പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ വിയും ബിയും ഉൾക്കൊള്ളുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇതേ സിറ്റുവേഷൻ തന്നെ നമുക്ക് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും പറയാൻ പറ്റും. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? യു സ്ട്രെച്ച് യുവർ 3 fingers of your left hand like this. ഈ 3 ഫിംഗേഴ്സ് എടുക്കുക. ദിസ് ഈസ് അവർ സെൻറ്റർ ഫിംഗർ, ദിസ് ഈസ് അവർ ഫോർ ഫിംഗർ, ദിസ് ഈസ് അവർ തമ്പ്. അപ്പോൾ ഈ സെൻറ്റർ ഫിംഗർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മൂവിങ് ചാർജസിൻ്റെ ഡയറക്ഷനാണ്. ദിസ് ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ഫീൽഡ് ആൻഡ് ദ തമ്പ് ഇൻഡിക്കേറ്റ്സ് മോഷൻ ഓർ ഫോഴ്സ്.
നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ സിറ്റുവേഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ കറണ്ട് ഇങ്ങോട്ടാണ് അല്ലേ, ഇത് ഫീൽഡാണ്. അതുപോലെ ഈ തമ്പ് നേരെ കാണിച്ചിരിക്കുന്നത് നേരെ മുകളിലേക്ക്, ഇത് തമ്പല്ല, മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ സെൻട്രൽ ഫിംഗർ നേരെ കറണ്ടാണ്. ഇത് ഈ 4 ഫിംഗർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമ്മുടെ നോക്കൂ, ഇതിന്റെ തമ്പ് എങ്ങോട്ടാണ്, ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ടുവേഴ്സ് us. ഇത് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ്, ഫോഴ്സ് ഈസ് ദിസ് ഡയറക്ഷൻ. ഞാൻ ഇവിടെ തന്നെ ഈ സിറ്റുവേഷൻ തന്നെ മാറ്റിയതിനു ശേഷം നേരെ ചാർജ് ഇങ്ങോട്ടാ മൂവ് ചെയ്യുന്നു വിചാരിക്കുക. ചാർജ് ഇങ്ങോട്ടാ മൂവ് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും, എങ്ങനെ സിറ്റുവേഷൻ മാറ്റേണ്ടത്? അപ്പോൾ നേരെ നമ്മൾ ഇങ്ങനെ പിടിക്കുക. അതായത് ഇതാണ് നമ്മുടെ കറണ്ട് ഡയറക്ഷൻ, ഇതാണ് നമ്മുടെ ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ തമ്പ് നേരെ മുകളിലേക്കാണ്. അപ്പോൾ ദാറ്റ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഈ 2 റൂളുകൾ ഏതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ പറ്റും? ഫോഴ്സിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. റൈറ്റ് ഹാൻഡ് പാം റൂൾ, റൈറ്റ് ഹാൻഡ് പാം റൂൾ, അതുപോലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഈ 2 റൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് ചാർജ് പ്ലേസ് അറ്റ് എ പോയിന്റ് അല്ലെ. ആ ഒരു ലൊക്കേഷനിലുള്ള യൂണിറ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തുക നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? F is equal to QVB sin theta. ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, അല്ലെങ്കിൽ എഫിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞത്. F is equal to QVB sin theta. ഇതിൽ നമുക്ക് you take Q is equal to 1 coulomb, V is equal to 1 meter per second and theta is equal to 90 degree. Theta is equal to 90 degree. So what the force? എന്തായിരിക്കും? F is equal to 1 into B into sin 90. What is sin 90? Sin 90 the value is 1. So what is F is equal to 1 into 1 into 1, that is F is equal to B. So magnetic field അല്ലെങ്കിൽ intensity of magnetic field is the force. എപ്പോഴാണ് യൂണിറ്റ് ചാർജ് എടുക്കുക, അതുപോലെ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ്, തീറ്റ എന്നുള്ള 90 ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് intensity of magnetic field. So intensity of magnetic field is the force acting on a charge of magnitude 1 coulomb moving with a velocity of 1 meter per second at right angles to magnetic field. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് റൈറ്റ് ആംഗിൾ ആയിട്ട്, അതായത് വി എന്നുള്ളത് ബിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിലാണ് അവിടെ 90 ഡിഗ്രി കിട്ടുന്നത്. അപ്പോൾ വിയും ബിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ്, അതുപോലെ ചാർജ് 1 കൂളം ആണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നുകൂടി പറയാം, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ലൊക്കേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് experienced by a charge of magnitude 1 coulomb moving with a velocity of 1 meter per second at right angles to magnetic field. Clear ആയല്ലോ? ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്കതിന്റെ ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കതിന്റെ യൂണിറ്റ് കൂടി കണ്ടെത്തണം. എന്താണ് അതിന്റെ SI യൂണിറ്റ്? SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അതായത് SI യൂണിറ്റ് എന്ന് പറയുന്നത്, SI യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടെസ്ല എന്നുള്ളതാണ്. SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടെസ്ല. ടെസ്ല, TESL, ടെസ്ല എന്നുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഹോണർ ചെയ്താണ് ടെസ്ല എന്നുള്ള പേര് കൊടുത്ത്. ഇനി ഗോസ് എന്ന് പറയുന്നത് അതിന്റെ CGS യൂണിറ്റ് ആണ്. ഗോസ്, GAUS എന്ന് പറയുന്നത്, ഗോസ് എന്ന് പറയുന്നതിന്റെ CGS യൂണിറ്റ് ആണ്. നമുക്കറിയാം സെന്റിമീറ്റർ എന്ന് പറയുന്നത് CGS യൂണിറ്റ് ആണ്. അതേപോലെ മീറ്റർ എന്ന് പറയുന്ന SI യൂണിറ്റ്. അതേപോലെ ഇവിടെ 2 തരം യൂണിറ്റ്സ്. ടെസ്ല എന്ന് പറയുന്നതിന്റെ SI യൂണിറ്റ് ആണ്, ഗോസ് എന്ന് പറയുന്നതിന്റെ CGS യൂണിറ്റ് ആണ്. ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 1 ടെസ്ല is equal to 10⁴ ഗോസ് എന്നുള്ളതാണ്. ഇനി നമ്മുടെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, ഇന്റൻസിറ്റി ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 5 × 10⁻⁵ ടെസ്ല എന്നുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁵ ടെസ്ലയാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ഒരു ബാർ മാഗ്നറ്റിന് അടുത്തായിട്ടിരിക്കുന്ന ആ പോളിന്റെ അവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 10⁻² ടെസ്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ SI യൂണിറ്റ്. ടെസ്ല എന്നുള്ളതാണ് SI യൂണിറ്റ്. അതേപോലെ ഗോസ് എന്ന് പറയുന്നത് CGS യൂണിറ്റ് ആണ്. ഇനി ഒരു ഗോസ് ടെസ്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി എടുക്കാം. F is equal to QVB എന്നുള്ളതല്ലേ.
സൈൻ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ 90 ആണെങ്കിൽ F is equal to QEB. So what is B? B is equal to F by QB. ഇതിൻ്റെ ഒക്കെ യൂണിറ്റ്സ് എന്ന് കൊടുത്തു നോക്കാം. അതായത് എഫിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ക്യൂ എന്നുള്ളതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ചാർജാണ് അല്ലേ? ചാർജിൻ്റെ യൂണിറ്റ് കുളമാണ്. അതേപോലെ വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ നോക്കൂ, കുളം പെർ സെക്കൻഡ് എന്നുള്ള വരുന്നതിന് നമ്മൾ എന്താ പറയുക? അതായത് ചാർജ് ബൈ ടൈം എന്ന് പറയുന്നത് ആംപിയർ ആണ്, കറണ്ട് ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ ഇതെങ്ങനെ മാറ്റാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ ആംപിയർ മീറ്റർ ഓർ ന്യൂട്ടൺ ആംപിയർ റേസ് ടു -1 മീറ്റർ റേസ് ടു -1. ദാറ്റ് ഈസ് 1 ടെസ്ല. ഇതാണ് ഒരു ടെസ്ല എന്ന് പറയുന്നത്. ഇത്രയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ടെസ്ല എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ, പുതിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇതിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. എങ്ങനെയാണ് ഡയമെൻഷൻ കണ്ടെത്താം? അഗൈൻ യൂസ് ദ ഇക്വേഷൻ F is equal to QEB. ഡയമെൻഷൻ ഇതേപോലെ തന്നെ കണ്ടെത്താം. ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം F by QB ആണ്. അപ്പോൾ ഡയമെൻഷൻ ഫോർമുല കണ്ടെത്തണമെങ്കിൽ ഇതിൻ്റെ ഓരോന്നിനെയും ഡയമെൻഷൻ എഴുതുക. അതായത് ഡയമെൻഷൻ ഓഫ് F by ഡയമെൻഷൻ ഓഫ് Q ഇൻറ്റു ഡയമെൻഷൻ ഓഫ് B. അറിയാലോ, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? MLT raised to -2 ഡിവൈഡഡ് ബൈ ചാർജ് എന്ന് പറഞ്ഞാൽ A ഇൻറ്റു ടി, കറണ്ട് ഇൻറ്റു ടൈം. ദെൻ വി എന്ന് പറഞ്ഞാൽ LT raised to -1. ഓക്കെ, ടി റേസ് ടു, ഈ ടിയും ടി റേസ് ടു -1 ക്യാൻസൽ ചെയ്ത് പോയി. അതുപോലെ ഈ എല്ലും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം നമുക്ക് ഫൈനലായിട്ട് കിട്ടുക ബാലൻസ് ആയി വരുന്നതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. എം ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ എ മുകളിലേക്ക് വരുന്നത് ദാറ്റ് ഈസ് എ റേസ് ടു ടി എ റേസ് ടു -1 ഉണ്ട്. പിന്നെ ഇത് വരും ടി റേസ് ടു -2. ക്ലിയർ ആണല്ലോ? എൽ ക്യാൻസൽ ചെയ്ത് പോയി, ടിയും ടി റേസ് ടു -1 പോയി. ഇവിടെ ടി റേസ് ടു -2 ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ എ എന്നുള്ള മുകളിലേക്ക് പോയപ്പോൾ എ റേസ് ടു -1. ദാറ്റ് ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഫോർ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമുക്ക് ടെസ്ല എന്നുള്ള ആ യൂണിറ്റിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയും ചെയ്യാം. അതിനും ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. സെയിം ഇക്വേഷൻ F is equal to QEBയിൽ എങ്ങനെയാണ് ഒരു ടെസ്ല എന്നുള്ള എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതായത് ഈ ഇക്വേഷനിൽ തന്നെ നമ്മൾ you take F is equal to 1 Newton, Q is equal to 1 Coulomb, V is equal to 1 meter per second, then theta is equal to 90 degree. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഇക്വേഷനിൽ കൊടുത്തു നോക്കൂ. ഇവിടെ സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ തീറ്റ 90 ആകുമ്പോൾ അവിടെ 1 ആയി മാറും. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ കിട്ടുക? 1 is equal to, ഇതിനൊക്കെ 1 കൊടുത്തു, ഇത് 1 കൊടുത്തു, this become 1, so B Newton അല്ലേ? ഇത് 1 Newton. സോ 1 ടെസ്ല, അതിനാണ് നമ്മൾ ടെസ്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടെസ്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് ഈസ് നോൺ ആസ് 1 ടെസ്ല. അപ്പോൾ 1 ടെസ്ല ഇസ് ദ 1 ടെസ്ല എന്ന് വരിക. അപ്പോൾ 1 ടെസ്ല എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 ടെസ്ല ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്. എപ്പോഴാണ് പറയാം? ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയണമെങ്കിൽ ഇഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് ചാർജ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 1 meter per second അറ്റ് റൈറ്റ് ആംഗിൾ ടു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 1 Newton. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കുളം ചാർജ് 1 meter per second വെലോസിറ്റിയിൽ റൈറ്റ് ആംഗിളിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ 1 Newton ഫോഴ്സാണ് അവിടെ ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറയുന്ന പേരാണ് 1 ടെസ്ല. ഞാൻ ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാം. 1 ടെസ്ല is the magnetic field at a location if the force acting on a charge of 1 coulomb moving with a velocity of 1 meter per second at a right angle to magnetic field is 1 Newton. 1 Newton ഫോഴ്സ് ആണ് അവിടെ അനുഭവപ്പെടുന്നെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ടെസ്ല എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ യൂണിറ്റും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്ല എന്നുള്ളത് മനസ്സിലാക്കി. അതുപോലെ ടെസ്ലയും ഗോസും തമ്മിലുള്ള റിലേഷൻ, അതിനുശേഷം ഒരു ടെസ്ല എങ്ങനെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്തു. ഇനി ഇതേ സിറ്റുവേഷൻ തന്നെ നമുക്കിവിടെ ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ ചാർജ് എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ആണ് FM is equal to Q into V cross B. Is equal to Q into V cross B. ഇനി നമ്മൾ മുന്നേ പഠിച്ചാണ് Q എന്നുള്ള ചാർജ് E എന്നുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? F is equal to Q into E എന്നുള്ളതാണ് നമ്മൾ മുന്നേ പഠിച്ച അല്ലേ? അപ്പോൾ Q എന്നുള്ള ചാർജ് ഈ രണ്ട് ഫീൽഡിനോട് ഒന്നിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് F is equal to എന്തായിരിക്കും? FE പ്ലസ് FM എന്നുള്ളതായിരിക്കും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായി മാറും? Q കോമൺ ആണ്, Q ഇൻറ്റു E പ്ലസ് V ക്രോസ് B. ഈ ഫോഴ്സിന് പറയുന്ന പേരാണ്, ടോട്ടൽ ഫോഴ്സിന് പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. ദിസ് ഈസ് അവർ
ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഇഫ് ദ ക്യൂ ചാർജ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v in electric field E and magnetic field B, the total force acting on the charge is given by Lorentz force at F is equal to Q into E plus V cross V. ഇതിൽ നമുക്കറിയാം അതൊരു വെക്ടർ ഇക്വേഷൻ ആണ്. ഇവിടെ ഫോഴ്സ് വെക്ടർ ആണ്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്, വെലോസിറ്റി വെക്ടർ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആണ്, ചാർജ് നമുക്കറിയാം സ്കേലാർ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ദ ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ ഒരു സം എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കി, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്ത് പറഞ്ഞു. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് യൂണിറ്റ്, അതുപോലെ എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ്, അതുപോലെ ടോട്ടൽ ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതുമായി കണക്ട് ചെയ്ത ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ഞാൻ ജസ്റ്റ് പറയാം. അതായത് എ പ്രോട്ടോൺ ഈസ് മൂവിങ് ഫ്രം വെസ്റ്റ് ഡയറക്ഷൻ ടു ഈസ്റ്റ് ഡയറക്ഷൻ. വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് ഒരു പ്രോട്ടോൺ മൂവിയാണ്. ആൻഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഇറ്റ്. സോ വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ പ്രോട്ടോൺ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ചിത്രം ഇവിടെ വരയ്ക്കാം. അതായത് നമ്മുടെ പ്രോബ്ലം ഇതാണ്. നമ്മുടെ ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. എ പ്രോട്ടോൺ ഈസ് പ്രൊജക്റ്റിംഗ് with a velocity of 3 into 10 raised to 6 meter per second from east to west. ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് ഒരു പ്രോട്ടോണിനെ ഈ തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചു. ആൻഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. ഈ തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട്, ഇതാണ് നമ്മുടെ വി, ആണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 into 10 raised to -3 ടെസ്ല എന്നുള്ളതാണെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് പ്രോട്ടോൺ? എന്താണ് ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ്? നമ്മൾ പറഞ്ഞു ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് പാം റൂൾ. അല്ലെങ്കിൽ വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ഡയറക്ഷൻ ആയിരിക്കും ആരുടെ ഡയറക്ഷൻ? ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇവിടെ ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇത് നമ്മുടെ വരയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ നോർത്ത് ആണ് അല്ലെ. ഇതിങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സൗത്ത് ആണ്. അതുപോലെ ഇതെന്താണ്? ഈസ്റ്റ് ആണ്. ഇത് വെസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട്, അപ്പോൾ ഇങ്ങനെ ഒരു ഫിംഗർ ഇങ്ങനെ ഒരു ഫിംഗർ, അപ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക എന്ന് പറയുന്നത് ഈ തരത്തിലായിരുന്നു. ദിസ് ഇസ് അവർ നോർത്ത് പോൾ. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടുവേഴ്സ് ദി നോർത്ത്. അപ്പോൾ എന്താണ് ഇവിടെ വിയും ബിയും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇതിൽ നിന്ന് എങ്ങനെ ഫോഴ്സ് കണ്ടെത്താം? എഫ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താ? ക്യൂ വി ബി സൈൻ തീറ്റ. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. എല്ലാ വാല്യൂസും കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രോട്ടോൺ ആണെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് പ്രോട്ടോൺ? 1.6 into 10 raised to -19 അല്ല. ഇലക്ട്രോണിന്റെ ചാർജ് പ്രോട്ടോണിന്റെ ചാർജ് ഒന്ന് തന്നെയാണ്. വി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ആണ്. 3 into 10 raised to 6 ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്? 2 into 10 raised to -3 സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 9.6 into 10 raised to -16 ന്യൂട്ടൺ. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു നോക്കാം. ഇവിടെ ഇത്ര അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 9.6 into 10 raised to -16 ന്യൂട്ടൺ ആണ്. ഈ ഒരു കാര്യം ചോദിച്ചാൽ എന്താണ് ഈ പ്രോട്ടോൺ അനുഭവപ്പെടുന്ന ആക്സലറേഷൻ? ആക്സലറേഷൻ എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം F is equal to m ആണ്. സോ വാട്ട് ഈസ് A is equal to F by m. വാട്ട് ഈസ് അവർ F? F എന്ന് പറഞ്ഞാൽ 9.6 into 10 raised to -16 ബൈ പ്രോട്ടോണിന്റെ മാസ് എന്താണ്? 1.67 into 10 raised to -27. ഇതെല്ലാം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 5.8 into 10 raised to 11 meter per second square. So that is the acceleration of that proton. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? ഇനി ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞതിന് ശേഷം ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് നോക്കാനായിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് ഞാനിവിടെ ഒരു പ്രോട്ടോൺ എന്നല്ല, ഒരു പാർട്ടിക്കിളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 4 into 10 raised to 4 Newton per coulomb. A proton is placed in an electric field E 4 into 10 raised to 4 Newton per coulomb. What is the force experienced by that proton? എന്താണ് അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? നമ്മൾ പഠിച്ചാണ്, വളരെ സിമ്പിൾ ആണ്. F is equal to എന്താണ്? F is equal to QE ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? 1.6 into 10 raised to -19 ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 into 10 raised to 4 ആണ്. ഇതിന് കിട്ടുന്ന ആൻസർ 6.4 into 10 raised to -15 ന്യൂട്ടൺ. ഇതെവിടെ അനുഭവപ്പെടുന്ന കുളം ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഓക്കെ, ഇനി ഇതേ
പ്രോട്ടോൺ തന്നെ നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് മാറ്റി ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് വെക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 × 10⁻⁻⁴ ടെസ്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സപ്പോസ് എ പ്രോട്ടോൺ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബി with a value 4 × 10⁻⁴ Tesla. So what is the force experienced by that proton? എന്താണ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ? F is equal to QVB sin theta. പക്ഷെ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? പ്രോട്ടോൺ ഈസ് പ്ലേസ്ഡ് അറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. പ്രോട്ടോണിനെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചിരിക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്താ തന്നുണ്ട്. പക്ഷെ ഈസ് പ്ലേസ് അവിടെ പ്ലസ് ചെയ്യുക പറഞ്ഞാൽ എന്താ? അത് റെസ്റ്റിലാണ്. റെസ്റ്റിലാണ് പറഞ്ഞ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആണെങ്കിൽ ഇവിടെ ചാർജ് ഉണ്ടായാലും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി കഴിഞ്ഞാലും വെലോസിറ്റി വാല്യൂ 0 ആയതുകൊണ്ട് ദ ടോട്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ടോട്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ല? അപ്പോൾ പ്രോട്ടോണിനെ ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോൾ ഉണ്ടായ ഫോഴ്സ് അതേ പ്രോട്ടോണിനെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് ഉണ്ടാവുന്നില്ല. കാരണം V is equal to 0. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഓൺലി മൂവിങ് ചാർജസ് വിൽ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ് മൂവ് ചെയ്യുന്ന ഫലമായിട്ട് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ ഉണ്ടാവുള്ളൂ, അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സ് അവിടെ ഉണ്ടാവുള്ളൂ. ചാർജ് എന്തായാലും മൂവ് ചെയ്യപ്പെട്ടാലാണ് ഈ ഫോഴ്സ് അവിടെ ഉണ്ടാവുകയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി എക്സാമ്പിൾ കൂടി പറയാം. അതായത് ഈ നമുക്ക് പ്രോട്ടോൺ മാറ്റി തൽക്കാലം ഇലക്ട്രോൺ ആക്കാം. ഇലക്ട്രോൺ ഈസ് മൂവിങ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 5 × 10⁻⁴ ടെസ്ല എന്ന് വിചാരിക്കും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ. ഈ ഡയറക്ഷൻ ഇതിനെ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് മൂവിങ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഇലക്ട്രോൺ? എന്താണ് നമ്മുടെ ഇക്വേഷൻ? F is equal to മാഗ്നറ്റിക് ഫോഴ്സ് ആണ് QVB sin theta. ഇതിന്റെ വെലോസിറ്റി ഇലക്ട്രോണിന്റെ വെലോസിറ്റി ചെയ്തിരിക്കുന്നത് 3 × 10⁻⁶ m/s ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? 1.6 × 10⁻⁹ ഇൻറ്റു V എന്ന് പറയുന്നത് എന്താ? 3 × 10⁻⁶ ഇൻറ്റു B എന്ന് പറഞ്ഞാൽ 5 × 10⁻⁴. ഓക്കെ, എങ്ങനെയാണ് ചാർജ് മൂവ് ചെയ്യുന്നത്? ചാർജ് ഇസ് മൂവിങ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് V എന്നുള്ളത് ബിയുടെ ഡയറക്ഷൻ ആണ്. V ബിയുടെ ഡയറക്ഷൻ ആണെങ്കിൽ തമ്മിലുള്ള ആംഗിൾ എന്താണ്? 0 ആണ്. θ is equal to 0. So sin 0. What is sin 0? Sin 0 is equal to 0. So there is no force acting. അപ്പോൾ ഈ കേസിലും അതായത് ചാർജ് മൂവ് ചെയ്ത് കണ്ട് കാലം ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ടും അതുപോലെ ലോറൻസ് ഫോഴ്സും അതേപോലെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് കണ്ടു. ആ ഡിഫ്ലക്റ്റിന്റെ ഫലമായിട്ടുണ്ടാവുന്ന അതിന്റെ പാത്ത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിൽ എഴുതിക്കൊണ്ട് അതിന്റെ സ്റ്റെപ്പ് എഴുതിക്കൊണ്ട് മനസ്സിലാക്കുക. പ്രോബ്ലംസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഹാവ് എ നൈസ് സ്റ്റഡി. താങ്ക് യു.